ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നല്ല ടേസ്റ്റുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കേക്കാണ്. പിന്നെ അത് മാത്രമല്ല നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കേക്ക് നമുക്ക് വീട്ടിൽ വളരെ കുറഞ്ഞ ചിലവിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതും ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ നമ്മുടെ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മാസ്കപോണ ചീസോ അല്ലെങ്കിൽ ക്രീം ചീസോ വാങ്ങിക്കാം. ഇനിയിപ്പോൾ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ ഒരു കേക്ക് വീട്ടിലുണ്ടാക്കണമെങ്കിൽ ഈ ചീസും നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. 2 പാക്കറ്റ് പാല് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഈ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രീമി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചീസിനനുസരിച്ചായിരിക്കും അതിൻ്റെ ആ ഒരു ക്രീമി ആയിട്ടുള്ള ഒരു കേക്ക് കിട്ടുക. നമ്മളിപ്പം മാസ്കപോണ ചീസാണ് എടുക്കുന്നതെങ്കിൽ കൂടുതൽ ക്രീമി ആയിരിക്കും. അത് നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് പാലിന് പകരം ക്രീം എടുത്തിരുന്നാൽ മതി. പക്ഷെ അത് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാല് തന്നെ എടുക്കുന്നത്. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഒരു ചെറുനാരങ്ങ മുറിച്ച് നീരെടുത്ത് വെക്കാം. നമുക്കൊരു 1.5-2 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് ഒഴിക്കേണ്ട. ഒരു 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ച് പതുക്കെ ഒന്ന് ഇളക്കി അടുത്ത 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ച് അങ്ങനെ ഇളക്കിയെടുക്കാം. ചൂടാവുന്നതിന് മുമ്പേ ഒരിക്കലും ചെറുനാരങ്ങ ഒഴിക്കരുത്. ചീസ് ഒരുപാട് കട്ടിയായി പോവേ. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പതുക്കെ ഒന്ന് പിരിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് അടുത്ത 1/2 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചങ്ങ് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. പാലിൻ്റെ വെള്ള പോർഷനും ഒരു പച്ച കളറുള്ള വെള്ളവും ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ആ വെള്ളം അങ്ങ് മാറ്റിയെടുക്കാം കേട്ടോ. ഈ വെള്ളം നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വെള്ളമാണ്. നമുക്ക് ചപ്പാത്തി കുഴയ്ക്കാനൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തണുത്ത വെള്ളം ഒഴിച്ച് കഴുകരുത്. അപ്പം ഈ ഒരു ചീസ് കട്ടിയായിപ്പോൾ ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഒന്ന് തണുത്ത് വരട്ടെ. ഇനി നമുക്ക് എടുക്കേണ്ടത് ഫ്രഷ് ക്രീമാണ്. അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ എടുക്കുന്നത്. ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം എടുത്തിരുന്നാലും മതി. ഇനി നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. സാധാരണ അലൂമിനിയം പാത്രമാണ്. അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. 4 ടേബിൾ സ്പൂണാണ്. ഗ്രാം അളവിൽ വരുമ്പോൾ ഒരു 56 ഗ്രാം ഉണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാല് പിരിച്ച് വെച്ചതെല്ലാം നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ പാലിൻ്റെ പാട എടുത്ത് വെച്ചത് കുറച്ചുണ്ടെങ്കിൽ അത് എടുത്തിരുന്നാലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടിരിക്കുന്ന ക്രീം ചീസാണ്. കണ്ട അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറാണ്. ഇതിനിപ്പം നന്നായിട്ട് അരയണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു തരിതരിപ്പ് ഉണ്ടാവും നമുക്ക് കഴിക്കുന്ന സമയത്ത്. നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ കണ്ടില്ലേ നല്ല സ്മൂത്തായിട്ട് ഉണ്ട്. ഇത് മതി. ഇനി അരച്ചെടുത്ത ക്രീം ചീസ് നമുക്ക് പൊടിച്ച പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. സ്പാച്ചുല വെച്ച് ഇളക്കിയാലും മതി. നല്ല സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഒരുപാട് അടിച്ചങ്ങ് പതപ്പിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി മിക്സിയിൽ അടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് വിസ്ക് വെച്ചൊന്ന് ഇളക്കി മിക്സാക്കി എടുത്തിരുന്നാലും മതി. മുട്ട അടിച്ചത് നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂണും 1/2 ടീസ്പൂണും കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോറിന് പകരം മൈദ ആയാലും മതി. പക്ഷെ കുറച്ചുകൂടെ നല്ലത് കോൺഫ്ലോർ ആണ്. ഇത്രയും ഫ്ലോർ മതി ഈ ഒരു ചീസ് കേക്കിന്. അതോടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ക്രീമി ആയിട്ടിരിക്കണ്ടേ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്ന നാരങ്ങ നീരാണ്. ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കാം. പുളിയൊന്നും ഉണ്ടാവില്ല. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു 4.5 ഇഞ്ച് വരുന്ന ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അലൂമിനിയത്തിൻ്റെ ട്രേ വേണമെന്നില്ല. വീട്ടിലുള്ള സാധാരണ ചോറ്റും പാത്രം എടുത്തിരുന്നാലും മതി. ബട്ടർ പേപ്പർ അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം എല്ലായിടത്തുനിന്നും. എന്നിട്ട് ഇത് എടുത്താൽ അതൊരു പാത്രം പോലെ ഇരിക്കും. ഞാൻ 2 ലെയറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടർ പേപ്പർ. കാരണം ഡിമോൾഡ് ചെയ്തെടുക്കുമ്പോൾ കീറി പോവാതിരിക്കാൻ വേണ്ടിയാണ്. ട്രേയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് നമ്മുടെ ഈ ബട്ടർ പേപ്പർ അങ്ങ് പതുക്കെ അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. വെക്കാൻ എളുപ്പമാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. കൈകൊണ്ട് തന്നെ എല്ലായിടത്തും ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് അമർത്തിയൊക്കെ അങ്ങ് കൊടുക്കാം. കുറച്ച് ഓയിലൊന്ന് ഇതിലേക്ക് ആക്കിയിട്ട് അതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ഒന്ന് ഡിമോൾഡ് ചെയ്ത് കിട്ടാൻ വേണ്ടി. എക്സ്ട്രാ വരുന്ന പോർഷൻ ഞാൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരുന്നാൽ മതി. പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി കൊടുക്കാം.
ഇതിലിങ്ങനെ ഒരുപാടങ്ങ് പതഞ്ഞ് വരേണ്ട ആവശ്യമില്ല. ഇത് നല്ലൊരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിലുള്ളൊരു കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കേണ്ട, മുട്ട അധികം പതപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ ചെറിയൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ബേക്കിംഗ് ട്രേ ചെറുതല്ലേ, അല്ലെങ്കിൽ ആ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ താഴെ പോവും. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേയും വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ, കുറഞ്ഞ തീയിൽ വെക്കരുത്. അതുപോലെ തന്നെ ഓവനിലാണെന്നുണ്ടെങ്കിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഇതേപോലെ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. ഒരു 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ തുറന്ന് നോക്കാം. അപ്പോൾ അത് 20 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. അത് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്ക്യൂർ വെച്ച് കുത്തുന്ന സമയത്ത് ഒട്ടും പറ്റിപ്പിടിക്കാതെ ആയിരിക്കില്ല വരിക. കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ചൊരു ക്രീമി ആയിട്ടുള്ളതുകൊണ്ട് ഉള്ളിൽ കുറച്ച് നനവുണ്ടാകും. മുകൾ ഭാഗം തൊട്ട് നോക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ട്, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിത് എടുത്തൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരു തുണി ഇട്ടങ്ങ് മൂടി വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിതങ്ങ് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഈ പേപ്പർ പിടിച്ചങ്ങ് പൊക്കി ഇങ്ങ് എടുത്തിരുന്നാൽ മതി. നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് പതുക്കെ സൈഡിൽ നിന്ന് അങ്ങ് വിടിയിച്ച് കൊടുത്തിരുന്നാൽ മതി. ഇതിപ്പം ഓവനിലാണെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം കുറച്ച് ഡാർക്കായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ ഓവൻ സെറ്റപ്പിലായതുകൊണ്ടാണ് മുകൾ ഭാഗത്ത് ഡാർക്ക് കളർ അങ്ങനെ വരാത്തത്. ഇപ്പോൾ സൈഡിലൊക്കെ ഡാർക്ക് കളർ വന്നിട്ടുണ്ട്, പക്ഷെ അതേപോലെ തന്നെ മുകൾ ഭാഗത്തും ഡാർക്ക് കളർ വരും ഓവനിലാണെങ്കിൽ. പക്ഷേ കുഴപ്പമില്ല, ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അത് എടുത്തിട്ടുണ്ട്. നമുക്ക് പതുക്കെ അതങ്ങ് തട്ടി അങ്ങ് പ്ലേറ്റിലേക്ക് അങ്ങ് ആക്കി കൊടുക്കാം. പതുക്കെ എടുക്കണം കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി വേണമെങ്കിൽ നമ്മുടെ ഓവൻ സെറ്റപ്പിലല്ലേ ഉണ്ടാക്കിയത്, ഡാർക്ക് കളർ ആവാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ട്രിക്ക് ചെയ്യാം. പക്ഷേ ടേസ്റ്റും കൂടും കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. 1-1.5 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കേ വീട്ടിലുള്ള പഴയ തവിയോ സ്പൂണോ എടുത്തിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ച് കമത്തി വെച്ച് അങ്ങ് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടായിട്ട് പുക വരുമല്ലോ. പുക വരുന്ന സമയത്ത് നമുക്കിത് അങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിട്ട് ഈ പഞ്ചസാരയുടെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അതങ്ങ് കാരമലൈസ് ചെയ്ത് കരിഞ്ഞ് വരും. ഇതൊക്കെ കുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, കൈയൊന്നും പൊള്ളാതെ. കാരണം ഈ സ്പൂണിൻ്റെ അറ്റം തൊട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പൊള്ളും. പിന്നെ അത് മാത്രമല്ല, പഴയ സ്പൂൺ എടുക്കാനും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അമ്മമാരുടെ അടുത്തുനിന്ന് എന്നെ ചീത്ത കേൾപ്പിക്കരുത്, സ്പൂണ് ചീത്തയാക്കി കളഞ്ഞു എന്ന് പറഞ്ഞു. കാരണം ഇത് ചെയ്ത് കഴിയുമ്പം സ്പൂണിൻ്റെ കളർ കുറച്ചൊന്നും മാറിപ്പോകും കേട്ടോ, സ്റ്റീൽ സ്പൂൺ ആണെങ്കിൽ. അങ്ങനെ പേടിയുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി. ഒന്ന് കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ലൊരു ഡാർക്ക് കളറായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്, നല്ല ക്രീമി ആയിട്ട് തന്നെ ആയിരിക്കുന്നത്. നമുക്കിങ്ങനെ എടുക്കാം, തിരിച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെയല്ലേ നമ്മുടെ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ഇരിക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ പൂർത്തിയായി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഡയറി മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എടുക്കുന്ന ഒരു 40 രൂപയുടെ ഡയറി മിൽക്കാണ്. ഇതിൻ്റെ പകുതിയുള്ളത് എടുത്തിരുന്നാലും മതി, പക്ഷെ നമുക്ക് കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ, അതാ കുറച്ച് ടേസ്റ്റി ആയിരിക്കുമല്ലോ. ഡയറി മിൽക്ക് അല്ലാന്നുണ്ടെങ്കിൽ വാൻ ഹൂട്ടൻ്റെ മിൽക്ക് ചോക്ലേറ്റ് എടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് എടുക്കണ്ട കേട്ടോ, കാരണം വെച്ചാൽ അതിനൊരു കയ്പ്പായിരിക്കും. ഞാനിപ്പോൾ ഡയറി മിൽക്ക് എടുത്തുന്നുള്ളൂ. ഏത് ചോക്ലേറ്റ് ആയാലും കുഴപ്പമില്ല, ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഏത് വേണമെങ്കിലും എടുക്കാം. ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് പല വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഇതിങ്ങനെ തന്നെ തിളച്ച വെള്ളത്തിലിട്ട് ചൂടാക്കി എടുക്കുന്ന കേട്ടോ. വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, പക്ഷെ അത് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതത്ര ഹെൽത്തി അല്ലല്ലോ അങ്ങനെ ചെയ്യുന്നത്. തിളച്ച വെള്ളത്തിലിട്ട് ഈ പ്ലാസ്റ്റിക് ചൂടാക്കിയിട്ട് വേണ്ട എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ചിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. എപ്പോഴും ഈ ചോക്ലേറ്റ് ചൂടാക്കുന്ന സമയത്ത് ഡബിൾ ബോയിൽ ചെയ്യുകയാണെങ്കിലും ഓവനിൽ വെക്കുകയാണെങ്കിലും ഒരുപാട് സമയം വെച്ച് അങ്ങ് ചൂടാക്കരുത്. കുറച്ചൊന്ന് ചൂടാക്കി പുറത്തെടുത്ത് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒന്നുകൂടെ വെള്ളത്തിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക. അങ്ങനെ ഇളക്കി വേണം കേട്ടോ എടുക്കാനായിട്ട്. ഒരുപാട് സമയം ചൂടത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് പിന്നെയും കട്ടിയായി പോവുക ചെയ്യുക, ലൂസായി വരില്ല. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെ കേക്കിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. സ്പാനിഷ് സിറ്റി ആയിട്ടുള്ള സാൻ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു റെസ്റ്റോറൻറ്റിലാണ് ഈ ഒരു കേക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പേര് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് പിന്നീട് വേൾഡ് വൈഡായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. നമുക്കിത് എടുക്കാം. ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ തോണ്ടി ഇങ്ങനെ എടുത്താൽ മതി. ഇതുപോലെയാണല്ലോ എത്ര പേരാ റീൽസൊക്കെ ഇട്ടിരിക്കുന്നത് സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കഴിക്കുന്ന. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വായിലിട്ടാൽ മതി, അലിഞ്ഞങ്ങ് പോകുന്നുണ്ട്. ചോക്ലേറ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റ് കേട്ടോ. ക്രീമി ആയിട്ടുള്ള സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്കാണ്. പിന്നെ അതിൻ്റെ സൈഡിലുള്ള ആ ഒരു നമ്മുടെ കാരമലൈസ് ചെയ്ത സംഭവമില്ല, അതും കൂടെ ഇതിൽ വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. സാധാരണ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്കിന് ഇല്ലാത്ത ഒരു ഫ്ലേവറാണിത്. അത് ചെയ്യണമെന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ചെയ്തു എന്നേ ഉള്ളൂ.
ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കേക്കാണ് ഈ ഒരു സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്കിന്റെ റെസിപ്പി. കാരണം അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അതിപ്പോൾ വാങ്ങിക്കാനായിട്ടാണെങ്കിലും അത്രയും ഒരു ടേസ്റ്റിൽ ഇവിടെയൊന്നും കിട്ടാൻ പോലും ഇല്ല. അപ്പോൾ അത് ഇത്രയും കുറഞ്ഞ ചിലവിൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാനും പറ്റും. ഈ ചീസ് കേക്കിനാണെങ്കിൽ ഒരുപാട് മധുരമില്ല കേട്ടോ. നമ്മൾ ചോക്ലേറ്റ് ഒഴിക്കുന്നതുകൊണ്ട് മധുരം കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ചോക്ലേറ്റ് ഒഴിക്കാതെയാണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർക്കണേ. ചോക്ലേറ്റ് ഒഴിക്കാതെ വെറുതെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.